ഹലോ, നമസ്കാരം. ഖലീഫ സിനിമയെ കുറിച്ചിട്ട് പറയാം. അതിനു മുമ്പ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, മമ്പറക്കൽ ആമീർ അലി, സുന്ദരൻ. സുന്ദരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദര കൂട്ടൻ മിടുക്കനായിട്ടുണ്ട്. എന്താ മോനെ ലുക്ക്, മാരക ലുക്ക്, ഭീകര ലുക്ക്. ഞാനിതിപ്പോ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നുണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. തോന്നിയാലും വിരോധമില്ല. എനിക്ക് തോന്നുന്ന കാര്യം ഇങ്ങനെ പറയാതിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ബിക്കോസ് അമ്മാതിരി ലുക്കിടോ. നമുക്ക് ഓൾറെഡി അറിയാം പൃഥ്വിരാജിന്റെ ഈ സിനിമയിലുള്ള ലുക്ക് ഇങ്ങനെയാണ് നല്ലത്. നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണല്ലോ. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ടീം പൃഥ്വിരാജിനെ നല്ല സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മാരകമായിട്ട് ഭീകര ഭംഗിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുമ്പുള്ള പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പൃഥ്വിരാജ് ഓഫ് കോഴ്സ് സീരിയസ് ആയിട്ടുള്ള റോൾസ് അല്ലെങ്കിൽ മറ്റ് ജോണറിലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യട്ടെ. അത്തരത്തിലുള്ള പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് കാണും. ബട്ട് അത് മാത്രമല്ല, പൃഥ്വിരാജ് ഇടയ്ക്ക് ഈ ഇങ്ങനെയുള്ള ജോണറും കൂടി ചെയ്യണം. ഈ ആക്ഷൻ സ്റ്റൈൽ മാസ് പരിപാടികളും കൂടി മൂപ്പര് ചെയ്യണം. മൂപ്പർക്ക് പറ്റുന്ന പരിപാടിയാണ്, മൂപ്പരുടെ ഒരു സോൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പർട്ടിക്കുലർ സിനിമയെ കുറിച്ചിട്ടല്ല പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂപ്പര് ഈ സോണിലുള്ള പരിപാടി ചെയ്യണം. ഇതിപ്പോ പുള്ളിക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ട്, അവരിതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അവര് കണവണമെന്നൊക്കെ പറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കണക്കാക്കണ്ട, അത് വിട്. അതല്ലാതെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ, പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആള് ശരിക്ക് ഇങ്ങനെയുള്ള മാസ് ജോണർ പരിപാടികൾ ചെയ്യണം. ആള് നന്നായി ഫൈറ്റ് ചെയ്യുമല്ലോ ഈ സിനിമയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ആള് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഐനോബഡിയിൽ സെക്കൻഡ് ഹാഫിനകത്ത് കുറെ ഫൈറ്റ് പരിപാടിയൊക്കെ വരുന്നുണ്ട്. ആ ഫൈറ്റ് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ആള് നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിലും ആള് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നേ. അത് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, പുതിയമുഖത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആള് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോ എനിക്ക് പറയാനുള്ളത്, പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിലുള്ള സാധനങ്ങൾ പുള്ളി വെറുതെ ബോളിവുഡിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറെ പടങ്ങൾ ചെയ്യുന്നു, ലൈക്ക് ചെയ്യട്ടെ. ബട്ട് ഇവിടെ മലയാളത്തില് ആളുടെ സോൺ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ പുള്ളീനെ അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേയോട് കൂടിയിട്ട് നല്ല ഡയറക്ഷനിലൂടെ നല്ല ക്യാരക്ടറൊക്കെ കൊടുത്ത് മൂപ്പരെ അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ കൂടുതൽ അയാളെ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖലീഫ ഞാൻ പ്രതീക്ഷയോടുകൂടി കാണാൻ പോയ സിനിമയൊന്നുമല്ല, ഞാൻ ആഗ്രഹത്തോടു കൂടി കാണാൻ വേണ്ടി പോയ സിനിമയാണ്. അതായത് ഒന്ന് അർമാദിക്കണം, ഒന്ന് ഹൈ മൊമെന്റ്സ് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് കാണാൻ വേണ്ടി പോയൊരു സിനിമയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ബിക്കോസ് ഖലീഫ അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിന്റെ ട്രെയിലർ ടീസർ പരിപാടിയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഫീൽ അങ്ങനെയാണല്ലോ കിട്ടിയത്. അതൊക്കെ ഉണ്ടാവുന്നതാണല്ലോ നമുക്ക് കിട്ടിയൊരു ഒരു സാധനം. ബട്ട് എനിക്കിതൊരു ആവറേജ് പരിപാടിയായിട്ടാണ് തോന്നിയത്. ഒരു ആവറേജ് മൂവി. മോശം എന്നല്ല കേട്ടോ, ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ വളരെ എൻഗേജിങ് ആയിട്ട് സുഖമായിട്ട് കണ്ടിരുന്നൊരു സിനിമയാണ്. മോശം സിനിമയൊന്നുമല്ല, നല്ലൊരു സിനിമയാണ്. ബട്ട് ആവറേജിൽ ഒതുങ്ങിപ്പോയി. ഞാൻ ആഗ്രഹിച്ചത് അതിന്റെ മുകളിലേക്ക് പോയി ഭീകരമാവണം എന്നുള്ള രീതിയിലാണ്. ബട്ട് അതിലേക്ക് എത്താം, അതൊരു ആവറേജിൽ ഒതുങ്ങിപ്പോയി. ഒരു വൺ ടൈം വാച്ചബിൾ പരിപാടിയിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ട്. ബിക്കോസ് മോനെ അത് എങ്ങനെ വിഷമിക്കാതിരിക്കും? പൃഥ്വിരാജ് കയ്യിലുണ്ട്, ലാലേട്ടൻ കയ്യിലുണ്ട്. അപ്പോൾ ശരിക്കും കൂടുതൽ എൻഗേജിങ് ആൻഡ് കൂടുതൽ ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ എഴുതി വെക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിപ്പോയത്. ഇപ്പോൾ ഈ സിനിമയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെന്നെത്താൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. പ്രഡിക്റ്റബിൾ ആവുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എഴുത്തിൽ അതിന് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ റൈറ്റിംഗ് എന്നല്ലേ പറയുക, അതിൽ കുറേയും കൂടി ഡെവലപ്മെന്റ്സ് നടത്തി അതിൻ്റെ അകത്ത് കൂടുതൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേയും കൂടി രസമായേനെ. ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, നീ പോയി സിനിമ എടുക്കുക, അല്ലെങ്കിൽ മാസ് ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ ഈ ജോണറിൽ വരുന്ന സിനിമ പിന്നെ എങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും വിഷയമല്ല. പ്രഡിക്റ്റബിൾ ആവുന്നതോ ലൂസ് ആയിട്ടുള്ളതോ ഒന്നും വിഷയമല്ല. ബട്ട് ചെയ്തു വെക്കുന്ന സാധനത്തിൽ ഒരു
ഒരു എന്താ പറയാ, അത് ഭീകരമായ ഹൈ മൊമെന്റ്സ് തന്നാൽ മതി എന്ന് അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ അകത്ത് ഹൈ മൊമെന്റ്സ് കുറവായിട്ടാണ് തോന്നിയത്. അത് വരുത്താമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വിരാജിനെ അത്രയും സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. പൃഥ്വിരാജ് ഇതിന്റെ അകത്ത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് അയാള് ചെയ്തു വെച്ചിരിക്കുന്നു. സംഗതി ഉണ്ട്, ആളുണ്ട് പൃഥ്വിരാജിന്റെ അവിടെ ചെയ്യാൻ. അപ്പൊ ഇതിന്റെ അകത്ത് കുറേയും കൂടിയും എഴുത്തില് ഡെവലപ്മെന്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭീകരമായ ഹൈ മൊമെന്റ്സ്, ഭീകരമായ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഈ ആവറേജ് എന്നുള്ള സംഗതിയെ ഗംഭീരമായ സാധനം എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് ആയേനെ എന്ന് തോന്നി. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക് ഉണ്ട്, എന്തിന്റെ കുറവാണല്ലേ, ജേക്സിന്റെ മ്യൂസിക് ഉണ്ട്, അതും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാനൊക്കെ. അപ്പൊ ജേക്സും പടച്ചിട്ടുണ്ട്. അപ്പൊ ജേക്സിന്റെ പടം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു, പൃഥ്വിരാജിന്റെ ലുക്ക്, പൃഥ്വിരാജിന്റെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പൊ സംഗതികൾക്കൊരു കുറവില്ല. അപ്പൊ അവിടെ ഈ സ്ക്രിപ്റ്റിന്റെ അകത്തും കൂടിയും ഒരു ഡെവലപ്മെന്റ് നടത്തി കുറച്ചും കൂടിയും സംഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ജോണർ പക്കയായേനെ. അതായത് ഈ ജോണറിൽ വരുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് പക്ക ലെവല് സാധനമായി പോയേനെ. ഞാൻ എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ പറയണത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ മിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വലിയ ഫിലിം മേക്കറോ തേങ്ങാകൊലയോ ഒന്നുമല്ല. ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുന്ന ടേംസ് വെച്ചിട്ട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, മോശ സിനിമയൊന്നും അല്ലത്, ഒരിക്കലും മോശ സിനിമയല്ല. ബിക്കോസ് സംഗതി ക്ലീഷേഡാണ്, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പോക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് നമുക്കിത് കണ്ടിരിക്കാനുള്ള ഒരു സാധനമുണ്ട്. ബട്ട് ഓണമൊക്കെ അല്ലേ കുട്ടാ. അപ്പോ പ്രേക്ഷകര് ഖലീഫ എന്നൊക്കെ പറഞ്ഞ്, പൃഥ്വിരാജ്, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് അവരെ ആവേശം കൊള്ളിക്കണ്ടേ. ഞാൻ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അർമാന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. എനിക്ക് പ്രതീക്ഷിക്കാനുള്ള 100% സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയല്ല, ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധനം ഒന്ന് ഒതുക്കി കളഞ്ഞു എന്നാണ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാലേട്ടൻ വരുന്നുണ്ട്. ഇതിങ്ങനെ പടം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ പ്രസൻസ് ഫീൽ ചെയ്യും. ഈ മമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പറയുമ്പോൾ തന്നെ ഗൂസ് ബംസ് അടിക്കും. കാരണം ലാലേട്ടനാണ് വരാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഭീകരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അവസാനമാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടന്റെ ലുക്ക് എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടനെ സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു 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 സാധനമാണ്, മനസ്സിലായി, ഒരു ലോങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ആളെ ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ഒരു 3 എന്താ പറയാ, ഓക്കെ, ഒരു മൊത്തത്തിൽ 3 ക്യാമിയോസ് ആണ് ഉള്ളത്. ഒന്ന് ലാലേട്ടനാണെന്നുള്ളത് അറിയാം, അതല്ലാതെ 2 പേര് നൈസായിട്ടൊന്ന് വരുന്നുണ്ട്. അത് 2 പേരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതില് വരണ ചങ്ങാതി ഉണ്ടല്ലോ, ക്യാമിയോ ആയിട്ട് വരുന്ന ചങ്ങാതി, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ആ സാധനം, ആ ഐറ്റം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാലേട്ടൻ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു, പക്ഷെ ഈ ഐറ്റം വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോ, ലാലേട്ടനെ കണ്ടപ്പോൾ ഓൾറെഡി ഹൈ ആയി. കാരണം ലാലേട്ടനാണല്ലോ നിൽക്കണത്, മമ്പ്രക്കൽ അഹമ്മദ് അലി ആണല്ലോ നിൽക്കണത്. ആ സാധനം കിട്ടി, അത് നന്നായി പ്രസന്റ് ചെയ്തിട്ടുമുണ്ട്. അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാമിയോ വന്നു. ആ ക്യാമിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് എനിക്ക് പുള്ളിയെ സ്ക്രീനിൽ കണ്ട സമയത്ത് അവിടെ ഒരു ഭീകരം, അണ്ണന്റെ ആള്, മമ്പ്രക്കൽ ആളാ, മനസ്സിലായതേ. അത് ഉഷാറായി. അതായത് ആരെയും പാവം തോന്നിയിട്ടോ അല്ലെങ്കിൽ സഹാനുഭൂതി കൊണ്ടോ നമ്മളെ ഉപദ്രവിച്ചവരെ കരുണ കാണിച്ച് വെറുതെ വിടാൻ പാടില്ല. ആ കേൾക്കണം എന്നുള്ളതൊക്കെയാണ് തത്വം. അപ്പൊ മൊത്തത്തിൽ ഇതൊക്കെയാണ് സിനിമ. മൊത്തത്തില് പരിപാടി കൊള്ളാം, നൈസായിട്ടുണ്ട്. നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമല്ലാത്ത ഒരു 1 ടൈം വാച്ചബിൾ, ഒരു ആവറേജ് മൂവിയാണ് ഖലീഫ എന്ന് പറയുന്ന സിനിമ. ഇതിന് ആരും ഒരുപാട് ഹൈ മൊമെന്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഭീകരമായ മാസ് മൊമെന്റ്സ് ഉള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെവൽ എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷ വെച്ചിട്ട് ആ വഴിക്ക് പോകണ്ട. നിങ്ങൾ ജസ്റ്റ്
മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ സ്റ്റൈലായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് മൈൻഡിൽ വെക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റത്തൊക്കെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് മറ്റേ ജയിലൊക്കെ വെച്ച്. അത് പക്ഷേ നമുക്ക് അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് പോകണമെന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ആ സാധനങ്ങളൊക്കെ കൊള്ളാം. ആ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിതിൻ മുകേഷ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. മൂപ്പര് നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ അറിയാലോ ഈ വില്ലന്മാരുടെ ഒക്കെ കാര്യം എന്ന് പറയുന്നത് മഹാ കഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ബോളിവുഡിൽ നിന്നൊക്കെ ഇറക്കുന്ന സമയത്ത്. ലൈക്ക് അയാൾ നല്ല നടനാണ് കേട്ടോ. അയാൾ മറ്റേ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അയാൾ നല്ല നടനാണ്. പക്ഷെ അവിടെ വലിയ പടങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തു. ആൾ നല്ല സ്റ്റൈലുണ്ട്. പിന്നെ നമുക്ക് അറിയാം ഈ വില്ലന്മാരുടെയൊക്കെ വിധി എന്താണെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ആ ലെവലിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കർ ഇവിടെ ആമിർ അലിയുടെ അച്ഛൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹിനിയുണ്ട്. ഇവരൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അങ്ങനെ പോയി എല്ലാവർക്കും കൊടുത്ത പരിപാടിയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറയണു, ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സിനെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ അകത്ത് നല്ല ക്രൂ ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മജീക്സ് ബിജോയ് മ്യൂസിക്, പൃഥ്വിരാജ്, ലാലേട്ടൻ, മോനെ ഇവരെ കെട്ടിയിട്ട് കുറേയും കൂടി നന്നായി. എനിക്ക് വീണ്ടും അതാ പറയാനുള്ളത്, ഇവരെയൊക്കെ കെട്ടിയിട്ടേ കുറേയും കൂടി നന്നാക്കായിരുന്നു. സ്ക്രിപ്റ്റിലൊക്കെ കുറേയും കൂടി ഒന്ന് ലെവലാക്കാമായിരുന്നു എന്ന് തോന്നി. അല്ലാണ്ട് പരിപാടിയൊക്കെ ഫാസ്റ്റാ. പടയെന്ന് പറഞ്ഞിട്ടാണ് പോണത്. പ്രെഡിക്റ്റബിൾ ആണെന്നുള്ളത് വിഷയമൊക്കെ പോട്ടെ. ബട്ട് കുറെ കൂടി ഹൈ മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് കൊതിയും കിടുതാവണില്ല. പക്ഷെ കൊതിച്ചു പോയതല്ലേ. ആ ഹൈ മൊമെന്റ്സ് കുറച്ചും കൂടി കൊണ്ടുവരാമായിരുന്നു. കുറെ കൂടി സ്ക്രിപ്റ്റിങ് ലെവലാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. ക്ലീഷ ഒന്നും ഒരു വിഷയമല്ല. പ്രിഡിക്റ്റബിലിറ്റി കുഴപ്പമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ആണെങ്കിലും അതിനെ കുറേയും കൂടിയും ഒരു ഭം 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 എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഖലീഫയല്ലേ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആ ഒരു ജാങ്കോ സാധനം, ഒരു ഭൂകം കട്ടിച്ച് അങ്ങനെ ഒരു മൂട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അത് മനസ്സിലായ അത് അപ്പൊ അതൊരു ആവറേജിലേക്ക് ഒതുങ്ങി പോകേണ്ട ഒരു പരിപാടി ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് ശരിയാണ്. അപ്പൊ നാളെ നിവിന്റെ ബത്ലഹേമിന്റെ യൂണിറ്റ്, കുടുംബ യൂണിറ്റ്